മധ്യ നൂറ്റാണ്ടിലെ ശാസ്ത്രത്തെയും ശാസ്ത്ര പ്രതിഭകളെയും സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിശദമായി ഈ വിഷയത്തെ സംബന്ധിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് 300 പേജുള്ള മധ്യനൂറ്റാണ്ടിലെ ശാസ്ത്ര പ്രതിഭകൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 1-ാം വാള്യം വാങ്ങാൻ കിട്ടുന്നതാണ്. ഇസ്ലാം കവാടം എന്ന പോർട്ടലിലെ കവാടം ബുക്സാണ് ആ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എൻ്റെ ഉപ്പാപ്പാക്കാരാനുണ്ടാർന്നു എന്ന ബഷീറിയൻ സാഹിത്യത്തിലെ പരാമർശം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പൂർവ മുസ്ലിം ചരിത്രത്തെയും മുസ്ലിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മധ്യകാല ശാസ്ത്ര ചരിത്രത്തെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെയും നാം ശ്രവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആത്മകഥകൾ പ്രത്യേകിച്ചൊരു പരിഹാരവും ചെയ്യില്ല. സംഭവങ്ങളുടെ ദീർഘമായ കേൾവി കൊണ്ട് നമ്മുടെ ചെവിക്ക് കേടുപറ്റും എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. മറിച്ച് ശാസ്ത്രമായാലും ചരിത്രമായിരുന്നാലും അതിനെ വളരെ കൃത്യമായി പ്രായോഗികമായ തലങ്ങളിലേക്ക് ആലോചിക്കുമ്പോഴേ ഫലമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ചിന്ത എന്ന് പറയുന്ന, അഖ്ല് എന്ന് പറയുന്ന പദം നാമമായി ഉപയോഗിച്ചിട്ടില്ല. എവിടെയും ഒരു ഇസ്മ എന്ന നിലയ്ക്ക് ചിന്തയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നില്ല. ഖുർആനിൽ ഉപയോഗിക്കുന്ന ചിന്തയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മുഴുവൻ ക്രിയാപദങ്ങളാണ്. ആ ക്രിയാപദങ്ങൾ തന്നെയും വർത്തമാനവും ഭാവിയും സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഭൂതകാല ക്രിയകൾ വരുന്നില്ല. പരാമർശവിധേയമായ ഒരു ആയത്തിലൊഴികെ ബാക്കിയിടത്തൊന്നും ഭൂതകാലക്രിയ പറയുന്നില്ല. വർത്തമാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ഭാവിയിലേക്ക് തൻ്റെ ചിന്തയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന ഇന്നവേഷൻ, ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയെ ഒരർത്ഥത്തിൽ ചിത്രീകരിക്കുക കൂടിയാണ് ഭാഷാപരമായി വിശുദ്ധ ഖുർആനിലെ ഈ പദപ്രയോഗങ്ങളിലൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു അഅലം. തലച്ചോറിനെ കുറിച്ച് ഒരക്ഷരം പോലും ഖുർആൻ പറയുന്നില്ല. തലച്ചോറെന്ന പദം പോലും ഖുർആനിലില്ല. പക്ഷെ ഇത്രമേൽ ആലോചനയ്ക്കും ചിന്തയ്ക്കും കാരണമാകുന്ന ഒരു ഗ്രന്ഥം ലഭ്യമല്ല എന്നത് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നാം തിരിച്ചറിയുന്നുണ്ടെങ്കിലും മുസ്ലിമേതര വൈജ്ഞാനിക തലത്തിൽ നിന്നും ഈ തിരിച്ചറിവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഗ്രീസ്, റോം, യൂറോപ്യൻ എന്ന ഈ 3 തലങ്ങളിലാണ് ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ദീർഘമായ പഠനങ്ങൾ നിർവഹിക്കുന്നത്. തത്വശാസ്ത്രവും ശാസ്ത്രവും ചരിത്രവും ഒരുമിച്ച് പറഞ്ഞ് പോകേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ എവിടെയും അറബ് ശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അറബികളുടെ ശാസ്ത്രത്തെക്കുറിച്ചോ ഉള്ള പരാമർശങ്ങൾ വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ BC-യിലേക്ക് നമ്മൾ പോകുമ്പോൾ സോക്രട്ടീസിന്റെയും പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും ഒക്കെ ശാസ്ത്രചിന്തകളുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്. അതേ സമയത്ത് തന്നെ ആ സന്ദർഭങ്ങളിൽ ഒരു പരിധിവരെ സമീപ സമയത്ത് തന്നെയും ഇന്ത്യയിലും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ദീർഘമായ പഠന ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ശത്രുതന്റെയും ആര്യഭട്ടന്റെയും ചരകന്റെയും ഒക്കെ ചരിത്രം, ശാസ്ത്രചരിത്രം അതിനുദാഹരണമാണ്.
ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സ്കൂളിൽ ഇങ്ങനെ പഠിച്ചിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. യഥാർത്ഥത്തിൽ യൂറോപ്യൻ നവോത്ഥാനം ആരംഭിക്കുന്ന അല്ലെങ്കിൽ റെനൈസൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒന്ന് ആരംഭിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു കാലം BC-യിൽ നിന്ന് വരികയും ആധുനികം എന്ന പരികൽപ്പനയിലേക്ക് വരുന്നതിനിടക്കുള്ളൊരു മധ്യകാലഘട്ടമുണ്ട്. ഈ മധ്യകാലഘട്ടം യവനശാസ്ത്രം, ഗ്രീസ്, റോം, യൂറോപ്യൻ ശാസ്ത്രചിന്തകളിൽ ഇരുണ്ട യുഗമായി, ഡാർക്ക് ഏജ് ആയിട്ടാണ് പരിചയപ്പെട്ട് കിടക്കുന്നത്. അത് ഡാർക്ക് ഏജ് എന്ന് പറയുന്നത് എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ യൂറോപ്യൻസിന് മാത്രമാണ് അത് ഡാർക്ക് ഏജ് ആയി നിൽക്കുന്നത്. മറിച്ച് ലോകത്തിന്റെ ചരിത്രം നിഷ്പക്ഷമായി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 15-16 നൂറ്റാണ്ടുകൾ ഒരു കാരണവശാലും ഡാർക്ക് ഏജ് അല്ല. സമകാല ശാസ്ത്ര വിചാരങ്ങളിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പരാമർശങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയും. മധ്യനൂറ്റാണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 15-16 വരെയുള്ള നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടെന്ന് പറയുന്നത് പൂർണ്ണമായും ഉജ്ജ്വലമായ ശാസ്ത്ര വെളിച്ചത്തിലായിരുന്നു മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിയണം. വിദ്യാർത്ഥികൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്ര പുസ്തകമുണ്ട്. സ്കൂളുകളിൽ അത് പലതരത്തിലുമൊക്കെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ മലബാറിലേക്ക് അത്ര വന്നിട്ടില്ലെങ്കിലും ഏതാണ്ട് 200 ചില്ലാനത്തോളം വരുന്ന ശാസ്ത്രകാരന്മാരെ കുറിച്ചുള്ള BC മുതലുള്ള ഇങ്ങോട്ടുള്ള യൂറോപ്യൻ നവോത്ഥാനം ഉൾപ്പെടെയുള്ള തലങ്ങളിലെ ശാസ്ത്രകാരന്മാരെ കുറിച്ചുള്ള പഠനമാണതില്. പക്ഷെ അതില് ഒരു കൈവിരലിൽ എണ്ണാവുന്ന അത്ര മുസ്ലിം പേരുകളേ ഉള്ളൂ. മധ്യനൂറ്റാണ്ടിലെ ശാസ്ത്ര പ്രതിഭകൾ എന്ന് പറയുന്ന 1-ാം വാള്യത്തിൽ തന്നെ 50ഓളം ശാസ്ത്ര പ്രതിഭകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ആധുനിക ശാസ്ത്രം ചന്ദ്രന്റെ പര്യവേഷണവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഏതാണ്ട് 17 മുസ്ലിം ശാസ്ത്രകാരന്മാരുടെ നാമം ചന്ദ്രനിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതുപോലും തിരിച്ചറിയാൻ വലിയ ശാസ്ത്രപടുക്കൾ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കഴിയാതെ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഈ സംസാരത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ പറയുന്നത്, അന്ന് തമസ്കരിക്കപ്പെട്ട മധ്യമ നൂറ്റാണ്ടിന്റെ ശാസ്ത്ര ചരിത്രത്തെയും ശാസ്ത്ര പ്രതിഭകളെയും അതേപോലെ തന്നെ കോപ്പിയടിച്ച് ഇന്ന് കാണുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് കൊടുക്കുന്നിടത്ത് പോലും മുസ്ലിം നാമങ്ങളെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും മുന്നുപാധിയായി വർത്തിക്കേണ്ട 2 അവലംബങ്ങളാണ്, ഒന്ന് ചരിത്രവും മറ്റൊന്ന് ശാസ്ത്രവും. ഇന്ത്യയിൽ ഇത് രണ്ടും പൊളിച്ചെഴുതുകയാണ്, ചിലത് പൊളിച്ചെഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും നൂറ്റാണ്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വരും തലമുറയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മുന്നോട്ടുള്ള ഗമനത്തിന് യഥാർത്ഥത്തിൽ വസ്തുതാപരമായ ചരിത്രങ്ങളും ശാസ്ത്രങ്ങളും ലഭ്യമാകാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ എൻ്റെ ഉപ്പാപ്പാക്കർ ആനുണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഈ സംഭവങ്ങളെ പുറത്തു കാണിക്കുക എന്നതാണ്. ഇപ്പൊ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്ന ഒന്ന് ആർക്കമിഡീസിന്റെയും ഗലീലിയോയുടെയും 1564 BC 280കളിലുള്ള ആർക്കമിഡീസിന്റെയും ഗലീലിയോയുടെയും ഒക്കെ. ഈ ആർക്കമിഡീസിൽ നിന്നും ഗലീലിയോയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. ഒന്ന് BC ആണ്, ഒന്ന് ഇപ്പുറത്ത് കിടക്കുന്നതാണ്. പക്ഷെ ഇതിനിടയ്ക്ക് എവിടെയാണ് ഈ ശൂന്യത അനുഭവപ്പെട്ടത്? അതിനിടയിൽ ആരും കടന്നു വരുന്നില്ല. വളരെ കൃത്യമായി ഈ ചരിത്രത്തിന്റെ ശാസ്ത്ര ചരിത്രത്തിന്റെ തമസ്കരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയാണെന്ന് ടോളമി പറഞ്ഞപ്പോ അത് ഭൂമിയല്ല സൂര്യനാണ് എന്ന് കോപ്പർനിക്കസ് പറഞ്ഞു. ടോളമിയിൽ നിന്ന് കോപ്പർനിക്കസിലേക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്.
ഈ രണ്ട് പേരുകൾ, ടോളമിയുടെയും കോപ്പർനിക്കസിന്റെയും പേരുകൾ ദീർഘമായി വിദ്യാർത്ഥി ലോകത്തിലോ അല്ലെങ്കിൽ അറിവ് നൽകുന്ന ലോകത്തിലോ ഒക്കെ പ്രതിപാദിക്കുക എന്നതല്ലാതെ BC-യിൽ കിടക്കുന്നത് പിടിച്ചിട്ട് യൂറോപ്യൻ നവോത്ഥാനത്തിനിടക്ക് ഭൗമശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള പഠനങ്ങളെ തമസ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. ടോളമിയിൽ നിന്ന് കോപ്പർനിക്കസിലേക്കുള്ള യാത്രക്കിടയിൽ പേര് പരാമർശിക്കേണ്ട ഒരു ഭൗമശാസ്ത്രജ്ഞനുണ്ട്. അതാണ് അൽബിറൂനി. അൽബിറൂനി ഒരു ചതുരക്കട്ട ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂമിയുടെ ചുറ്റളവ് പോലും കണ്ടെത്തിയത്. മലമുകളിൽ കയറിയിട്ട് അതിന്റെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് അളക്കുന്നത്. അതെന്തോ സമയത്തിന്റെ പരിമിതി കൊണ്ട് അതിന്റെ രൂപം പറയുന്നില്ല. അൽബിറൂനി കണ്ടെത്തിയിട്ടുള്ളതിൽ നിന്ന് ഏതാണ്ട് 564 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയപ്പോഴുള്ളൂ. കയ്യിലുണ്ടാകുന്ന ഒരു ചതുരക്കട്ട ഉപയോഗിച്ച് അതിന്റെ മാത്തമെറ്റിക്കൽ അൽഗോറിതം ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിൽ നിന്ന് 500 ചില്ലാനത്തോളം കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുന്ന് കാസർഗോഡ് എത്തിയേക്കാം, അത് ശരിയായിരിക്കും. പക്ഷേ ഭൂമിയുടെ ചുറ്റളവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോ ആ അളവ് എന്ന് പറയുന്നത് ചെറുതാണ്. പക്ഷെ ആ അൽബിറൂനിയെ കുറിച്ച് എന്തുകൊണ്ടാണ് ടോളമിയുടെയും കോപ്പർനിക്കസിന്റെയും പേരിനിടക്കോ പേരിന്റെ കൂട്ടത്തിലോ പരാമർശിക്കാതിരിക്കുന്നത്? അവിടെയാണ് മധ്യകാലഘട്ടത്തിലെ ശാസ്ത്ര പ്രതിഭകളെ സംബന്ധിച്ചും ശാസ്ത്രത്തെ സംബന്ധിച്ചുമുള്ള ഏറ്റവും പ്രധാനമായ ചില അന്വേഷണങ്ങൾ നമ്മുടെ മുമ്പിൽ ആവശ്യമായി വരുന്നത്. നമുക്കൊക്കെ പരിചയമുള്ളതാണ് കിതാബുൽ മനാദിർ എന്ന പുസ്തകം, ബുക്ക് ഓഫ് ഓപ്റ്റിക്സ്. ലോകം 2015 പ്രകാശവർഷമായി അതിന്റെ ആഘോഷം എന്ന നിലക്ക്, 1000 ആണ്ടിന്റെ ആഘോഷം എന്ന നിലക്ക് കണ്ടെത്തിയിട്ടുള്ള ഇബ്നു ഹൈതമിന്റെ ദ ഓപ്റ്റിക് കിതാബുൽ മനാദിർ എന്ന് പറയുന്ന പുസ്തകം. ഇബ്നു ഹൈതം വളരെ കൃത്യമായി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു സയന്റിഫിക് ടെമ്പർ എന്ന നിലക്ക്, ഇപ്പൊ ടോളമിയുടെ ചിന്തകളെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു പരാമർശം എന്താന്ന് വെച്ചാൽ, എനിക്ക് മുമ്പുള്ള ഒരു ശാസ്ത്ര പുസ്തകവും നിങ്ങൾ വായിക്കേണ്ടതില്ല എന്ന കൃത്യതയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കാരണം ഇതിനു മുമ്പുള്ള ഏതൊരു ശാസ്ത്രത്തെയും, പ്രകാശത്തെയും ഭൗമതലത്തെയും സംബന്ധിച്ചുള്ള ഏതൊരു ശാസ്ത്രത്തെയും അപഗ്രഥിക്കുകയും അതിലെ അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ കിതാബുൽ മനാദിർ എഴുതിയിട്ടുള്ളത്. അത് മുമ്പുള്ളത് നിങ്ങൾ വായിക്കേണ്ട, അതിനുള്ള അബദ്ധങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹം വളരെ കൃത്യമായി ടോളമിയുടെ കാഴ്ചയെ സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങളെ ശക്തമായ ശാസ്ത്രീയ പിൻബലത്തിൽ എതിർക്കുന്നുണ്ട്. ആ ശാസ്ത്രീയ പിൻബലത്തിൽ എതിർക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ടതാണ്, അർദ്ധസത്യങ്ങളോ പൂർണ്ണ സത്യങ്ങളല്ലാത്തതിനെയോ ആണ് ശാസ്ത്രം എന്ന് വിളിക്കേണ്ടത് എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ ശാസ്ത്രത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് വസ്തുതാപരമായ സിദ്ധാന്തങ്ങൾ എന്നതല്ല, അബദ്ധമാകാൻ സാധ്യതയുള്ള കണ്ടെത്തലുകൾക്കാണ് ശാസ്ത്രം എന്ന് പറയേണ്ടത് എന്നതാണ് ആധുനിക വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെയാണ് ചിലയിടങ്ങളിലെങ്കിലും നമുക്ക് ഗുണം നൽകാവുന്ന, പ്രതീക്ഷ നൽകാവുന്ന ചില സൂചനകൾ ഉള്ളത്. ഇബ്നു ഹൈതം മധ്യനൂറ്റാണ്ടിലാണ് കടന്നു വരുന്നത്. ഇബ്നു ഹൈതമിന്റെ കണ്ടെത്തലുകൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ലോകശാസ്ത്രം അത് വളരെ കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട്. ഈ അംഗീകാരത്തോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രകാരൻ, ദ ഫസ്റ്റ് ട്രൂ സയന്റിസ്റ്റ് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ അന്വേഷിച്ചാൽ കൃത്യമായി കാണാൻ കഴിയും ഇബ്നു ഹൈതമാണ് എന്ന് യുനെസ്കോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രതീക്ഷയുടെ നാമ്പാണ്. ഏറ്റവും ആധികാരികമായിട്ടുള്ള ശാസ്ത്രം ലോകത്തിന് പരിചയപ്പെടുത്തുകയും വസ്തുതാപരമായ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം നിർവഹിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തത് മധ്യനൂറ്റാണ്ടിന്റെ മുസ്ലിം ശാസ്ത്രകാരന്മാരാണ്. രണ്ടാമതായി നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും യുനെസ്കോ പറയുന്ന 4ാമത്തെ തൂണുണ്ട്. അത്
ശാസ്ത്രത്തിൽ ഉണ്ടാകേണ്ട നൈതികതയെ കുറിച്ചാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ഫിസിക്കലാണ്, അത് മെറ്റാഫിസിക്കൽ അല്ല, പദാർത്ഥപരമാണ്. അല്ലെങ്കിൽ പദാർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ ശാസ്ത്രത്തിന് കഴിയൂ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയൂല. കാരണം മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും പഠന ഗവേഷണങ്ങൾ കൊണ്ടുമാണ് ശാസ്ത്രം രൂപപ്പെടുന്നത്. ആ ശാസ്ത്രം മനുഷ്യൻ എന്ന് പറയുന്ന പദാർത്ഥാതീതനല്ലാത്ത പദാർത്ഥപരമായ മനുഷ്യന് പദാർത്ഥാതീതമായ ഒന്നിനെ കുറിച്ച്, മെറ്റാഫിസിക്സിനെ കുറിച്ച് ഒരു കാരണവശാലും മനുഷ്യന് കണ്ടെത്തി പറയാൻ കഴിയില്ല. പരലോകത്തെ ടെസ്റ്റ് ട്യൂബിനകത്തിട്ടുകൊണ്ട് പഠനവിധേയമാക്കിയിട്ട് ട്രൂ ഓർ ഫാൾസ് തീരുമാനിക്കാൻ കഴിയില്ല. വൈബിയായ ഒരു വിശ്വാസത്തെ ഏതെങ്കിലും ഒരു ലാബിലോ അല്ലെങ്കിൽ ടെലസ്കോപ്പിലോ അസ്ട്രോ ലാബിലോ കൊണ്ടുപോയി ഉപയോഗപ്പെടുത്തിയിട്ട് ശരി തെറ്റ് വേർതിരിക്കാൻ കഴിയൂല. അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ, പക്ഷെ ഇന്നുള്ള ഏറ്റവും വലിയൊരു അബദ്ധം എന്താന്ന് ചോദിച്ചാല്, ശാസ്ത്രം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെതിരാകണമെന്ന് യുക്തിയില്ലാത്ത ചില ആളുകളൊക്കെ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന റാഷണലിസ്റ്റ് ചിന്തകളൊക്കെയും ഒരാൾ ശാസ്ത്രകാരനായി എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, ഡോക്ടർമാരായിരുന്നാലും ആശമാരായിരുന്നാലും ഒക്കെ ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് മേനി നടിക്കണം എങ്കിൽ 2 ചീത്ത ഖുർആനിനും 4 ചീത്ത നബിക്കും 5 ചീത്ത ഇസ്ലാമിനും പറയണം, എന്നാലേ ശാസ്ത്രകാരനാവുള്ളൂ. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു. പറയുന്നതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ എന്താണ് ശാസ്ത്രം എന്ന് വളരെ കൃത്യമായി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മധ്യനൂറ്റാണ്ടിലെ മുസ്ലിം പ്രതിഭകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രീയമായ മനോഭാവം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സയന്റിഫിക് എത്തിക്സ് എന്ന് പറയുന്നത്, ശാസ്ത്രത്തിന്റെ നൈതികത. ആ ശാസ്ത്രത്തിന്റെ നൈതികതയിൽ യുനെസ്കോ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് പ്രതീക്ഷയുടെ ചില നാമ്പുകൾ പറയാനാണ്. ചരിത്രം പറയുമ്പോഴും ശാസ്ത്രം പറയുമ്പോഴും പ്രവാചകന്റെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ് ഓർമ്മ വരുന്നത്. മൻ ഖാല ഹലക്കന്നാസ് ഹലക്കന്നാസ് അഹ്ലക്തഹൂനൻ. ദീർഘമായ ചരിത്രങ്ങളിൽ നടന്നു നീങ്ങിയ കൈവഴികളെ കുറിച്ച് ദീർഘമായി പറയുകയും എന്നാൽ ഇപ്പോഴൊന്നും നടന്നു നീങ്ങുന്നില്ല എന്ന് സ്വയമേവ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിരാശയുടെ പൊടിപടലം കൊണ്ടുവരികയും ചെയ്താൽ അതൊരു സമൂഹം നശിക്കാൻ കാരണമാകും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല. മൻ ഖാല ഹലക്കന്നാസ് ഹലക്കന്നാസ്. നിങ്ങളൊന്നും നന്നാവൂല കൂട്ടരെ, നിങ്ങളെ ഉപ്പാപ്പാക്കർ ആനുണ്ടായിരുന്നു എന്നതല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അഹ്ലക്ത, അത് മാത്രം മതി ആ സമൂഹം താഴേക്ക് പോകാൻ എന്നാണ്. മധ്യമ നൂറ്റാണ്ടിന്റെ ശാസ്ത്ര പ്രതിഭകളെ സംബന്ധിച്ച് ഇരുട്ടാകുന്ന പരാമർശങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ശരിയായ ശാസ്ത്രബോധമുള്ള ആധുനിക ഏജൻസികൾ ഈ വിഷയത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നതുകൂടി നാം തിരിച്ചു വായിക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് എത്തിക്സ്, ആ സയന്റിഫിക് എത്തിക്സ് അവിസന്നയുടെ പേരിലാണ്, ഇബ്നു സീനയുടെ പേരിലാണ്. അവിസന്ന പ്രൈസ് ഫോർ സയന്റിഫിക് എത്തിക്സ് എന്നാണ്. ഖാനൂൻ ഫി തിബ്ബ്. ദീർഘമായ കാലയളവിലും ഇപ്പോഴും വൈദ്യശാസ്ത്ര രംഗത്തിന്റെ അവലംബമായി മാറുന്നത് ഖാനൂൻ ഫി തിബ്ബാണ്. ഇബ്നു സീനയുടെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ ഒരു ഭാഗത്ത് ഇബ്നു ഹൈതമിനെ ലോകം അംഗീകരിക്കുന്നുണ്ട്, ഇബ്നു സീനയെ ലോകം അംഗീകരിക്കുന്നുണ്ട്. ഖ്വാറസ്മി അൽഗോരിതവും അതേപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മാത്തമാറ്റിക്സൽ പാർട്ടുകളും വളരെ കൃത്യമായി ലോക ചരിത്രത്തിൽ, ശാസ്ത്ര ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന ഖ്വാറസ്മിയെ ലോകം അംഗീകരിക്കുന്നുണ്ട്. ഈ ലോകം അംഗീകരിക്കുന്ന ലോകങ്ങൾ 1000 കൊല്ലത്തിന് മുമ്പ് GD ട്രസ്റ്റ് ഈ സഭാഹാളിൽ ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ ഈ സദസ്സിൽ വന്നിരിക്കാനുണ്ടാകുന്ന ആളുകൾ ഇബ്നു ഹൈതമോ ഇബ്നു സീനയൊക്കെ ആയിരിക്കും. അത്ര ദൂരെയുള്ളവർക്ക്, അത്ര കാലം അവർക്ക് പിറകോട്ട് പോകേണ്ടതുള്ളൂ. അത്രയും പിറകിലുള്ള ആ ചരിത്രത്തെ അംഗീകരിക്കുന്നു. ഇബ്നു ഖൽദൂൻ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ പിതാവാണ്, സോഷ്യോളജിയുടെ പിതാവാണ് ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്നത്. ആ ഇബ്നു ഖൽദൂനിനെ സോഷ്യോളജിയുടെ പിതാവായി ആധുനിക ശാസ്ത്രത്തിന്റെ പഠനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മധ്യമ നൂറ്റാണ്ടിലെ ഈ ശാസ്ത്ര പ്രതിഭകളെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വരുന്ന ബഗ്ദാദ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ബഗ്ദാദ്, കൊർഡോവ, സമർക്കന്ത്, ഇസ്തംബൂള്, ഈജിപ്ത്,
ഇങ്ങനെ ഒരു പ്രത്യേകമായ എന്ന് പറഞ്ഞാൽ ഒരു സെമിറ്റിക് മതങ്ങളുടെ വളർച്ചാ മേഖലകളായി കാണാൻ സാധിക്കാവുന്ന ഒരു പ്രത്യേക ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിൽ ആ ഭൂപ്രദേശങ്ങളിൽ മധ്യമ നൂറ്റാണ്ടിന്റെ ശാസ്ത്രം അതിശക്തമായി രംഗത്ത് വന്നിരുന്നു. അന്ന് ഒബ്സർവേറ്ററികൾ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു, ആസ്ട്രോ ലാബുകൾ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു, വാന നിരീക്ഷണം നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, ഭൗമ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് കാണാൻ കഴിയുന്നു. ഉദാഹരണമായിട്ട് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ KNO3 അന്ന് പഠിച്ചതുള്ളൂ. പൊട്ടാസ്യം നൈട്രേറ്റ് കണ്ടുപിടിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പുസ്തകത്തിൽ വേറെ ആരെങ്കിലുടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പൊട്ടാസ്യം നൈട്രേറ്റിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ആധികാരിക പഠനങ്ങൾ ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നത് ഖാലിദ് ബിൻ യസീദ് ആണ്. മധ്യമ നൂറ്റാണ്ടിന്റെ ശാസ്ത്ര പ്രതിഭയാണ് അദ്ദേഹം. ആദ്യത്തെ ആസ്ട്രോലാബ് സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഇബ്രാഹിമുൽ ഫറാസ് ആണ്. അപ്പൊ ഇത്തരം ദീർഘമായ ഒരു ചരിത്രത്തെ നമ്മൾ അവഗണിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യരുത് എന്നതാണ് പ്രത്യേകമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് കണ്ടെത്താനുള്ള വഴികളിലൂടെ നമുക്ക് പോകാൻ സാധിക്കണം. ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചന്ദ്രനിൽ മുസ്ലിം ശാസ്ത്രകാരന്മാരുടെ പേരിലറിയപ്പെടുന്ന ചിഹ്നഗ്രഹങ്ങളുണ്ട്. ചന്ദ്രനിൽ പേരുള്ള മുസ്ലിം ശാസ്ത്രകാരന്മാരുണ്ട്. ചന്ദ്രനിൽ പേരുള്ള മുസ്ലിം ശാസ്ത്രകാരന്മാർ എന്ന് പറഞ്ഞാൽ അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഉൽക്കാപതനത്തിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഗർത്തങ്ങൾക്ക് മധ്യകാല മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ പേര് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ചന്ദ്രോപരിതലത്തിലെ കോർഡിനേറ്ററുകളെ സംബന്ധിച്ച് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഞാൻ ഈ ഭാഗം വായിക്കുന്നത്. അതിൽ അബ്ദുൽ വഫ അൽ ബുസ്ഖാനി ജ്യോതി ശാസ്ത്രത്തിലും അതേപോലെ തന്നെ ഗണിത ശാസ്ത്രത്തിലും 940-998 അദ്ദേഹത്തിന്റെ കാലം. അൽബിറൂനി ജ്യോതി ഗണിത ഭൂമി ശാസ്ത്രത്തില് 973 മുതൽ 1048 വരെ. ഹുവാറസ്മി ഗണിത ജ്യോതി ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിന്റെ 780 മുതൽ 850 വരെ. അൽ ബത്താനി ഗണിത ജ്യോതി ശാസ്ത്രജ്ഞനാണ്, 858 മുതൽ 929 വരെ. അൽ ഫർഗാനി ജ്യോതി ശാസ്ത്രജ്ഞനാണ്, 800 മുതൽ 870 വരെ. ഇബ്നുൽ ഹൈത്തം നേരത്തെ പരാമർശിച്ചു, 965 മുതൽ 1040 വരെ. ഇബ്നു സീന നേരത്തെ പറഞ്ഞു. അബ്ദുറഹ്മാൻ അസ്സൂഫി ജ്യോതിശാസ്ത്രകാരനാണ്, 903 മുതൽ 986 വരെ. അബ്ബാസ് ബിൻ ഫിർനാസ് നേരത്തെ പരാമർശിക്കുകയുണ്ടായി. ഇബ്നു യൂനുസ് ജ്യോതിശാസ്ത്രജ്ഞനാണ്, 950 മുതൽ 1009 വരെ. സാബിത്ത് ബിൻ ഖുറ ജ്യോതിശാസ്ത്രജ്ഞനാണ്, 836 മുതൽ 901 വരെ. ഇത്രയും പേരുകൾ ചന്ദ്രനിലെ ഗർത്തകളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് മുസ്ലിം ശാസ്ത്രകാരന്മാരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇത് ആധുനികമായ പഠനങ്ങളിൽ ഈ ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ചില അന്വേഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. റിച്ചാർഡ് ബുള്ളറ്റിന്റെ നിങ്ങൾ നെറ്റിൽ PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ദ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം, ഇസ്ലാമിക് സയൻസ് ആൻഡ് ദി അവൈക്കണിംഗ് ഓഫ് ദി യൂറോപ്യൻ റൈനസൻസ് എന്ന് പറയുന്ന ജോർജ് സെൽബിയയുടെ പുസ്തകം. ഈ രണ്ട് പുസ്തകത്തിലും വളരെ വിശദമായി മധ്യനൂറ്റാണ്ടിന്റെ ശാസ്ത്ര പ്രതിഭകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പരാമർശിച്ചിട്ടുള്ള അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി ചീഫ് എഡിറ്ററും ഞാൻ എഡിറ്ററുമായി നിർവഹിച്ചിട്ടുള്ള മധ്യനൂറ്റാണ്ടിന്റെ ശാസ്ത്ര പ്രതിഭകൾ എന്ന് പറയുന്ന 300 ചില്ലാനത്തോളം പേജ് വരുന്ന പുസ്തകം 48 ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. അതിൽ വളരെ കൃത്യമായി അതിന്റെ രേഖകൾ സഹിതമാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 1000 ചില്ലാനത്തോളം ഫൂട്ട് നോട്ടുകൾ ആ വിഷയത്തിലുണ്ട്. നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാവുന്ന സെർച്ച് എഞ്ചിൻ വഴിയുള്ള ഭാഗങ്ങൾ അതിലുണ്ട്. അറബി നാമമുള്ള നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പരാമർശം, അതേപോലെ തന്നെ മുസ്ലിം ശാസ്ത്ര നാമങ്ങളിൽ അറിയപ്പെടുന്ന
ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പരാമർശം, അവരുടെ സംഭാവനകളെ ഒറ്റനോട്ടത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഭാഗങ്ങൾ, മുസ്ലിം ശാസ്ത്രകാരന്മാരുടെ അഥവാ മധ്യനൂറ്റാണ്ടിലെ മുസ്ലിം ശാസ്ത്രകാരന്മാരുടെ പേരിൽ ലോകത്തിറങ്ങിയിട്ടുള്ള സ്റ്റാമ്പുകളുടെ കളക്ഷൻ, അതേപോലെ തന്നെ 2000-ഓളം വരുന്ന റഫറൻസ് പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ളത്, അവരുപയോഗിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി അവരുപയോഗിച്ചിട്ടുള്ള ചില സങ്കേതങ്ങൾ, അവരെ സംബന്ധിച്ച് പിൻകാലത്ത് ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇത്തരം വിഷയങ്ങളൊക്കെ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രസ്തുത പുസ്തകം അത് വായിക്കുകയും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ചർച്ചകളിലും മറ്റും ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ചരിത്രവും ഇന്ത്യയുടെ മുസ്ലിം ചരിത്രവും അതേപോലെ തന്നെ ലോക ശാസ്ത്ര ഭൂപടത്തിലേക്ക് മുസ്ലിങ്ങൾ നൽകിയിട്ടുള്ള അനർഘമായ ഉജ്ജ്വലമായ സംഭാവനകളെ സംബന്ധിച്ചുള്ള ഭാഗവും നാം സ്വീകരിക്കുന്നതോടു കൂടിയിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഔന്നിത്യബോധം അതുവഴി നമുക്ക് ഉണ്ടായിത്തീരും. ആ ഒരു കൺകുളിർമ നമ്മുടെ എത്തുമ്പോഴാണ് പുതിയ കാലഘട്ടത്തിലെ നവോത്ഥാനം ഏത് തരത്തിലാണ് ദിശ നിർണയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനയുണ്ടാകുന്നത്. കീഴ്വഴക്കങ്ങളോട് പൊരുതുവാനും പുതിയ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്താണോ പ്രവാചക അധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതിനനുസരിച്ചുള്ള മുന്നേറ്റങ്ങളിലേക്ക് പോകാനും സാധിക്കണം. ബഅസ എന്ന പദവും അതേപോലെ തന്നെ അർസല എന്ന പദവും വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരിലേക്ക് ചേർത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. കേവലം പറഞ്ഞയക്കുക എന്നതിനപ്പുറത്ത് ഒരു നിയോഗമായി ഏറ്റെടുത്തുകൊണ്ട് പരിവർത്തനം സാധ്യമാകാവുന്ന തരത്തിലുള്ള ഭാഷാ പ്രയോഗമാണ് ബഅസ എന്ന് പറയുന്ന പദത്തിനുള്ളത്. ആ നിലയ്ക്ക് പ്രവാചകരുടെ അനന്തരഗാമികളാണ് ജ്ഞാനമുള്ളവർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രംഗത്ത് നമ്മുടേതായ ധർമ്മം നിർവഹിക്കുക. ആ ധർമ്മം നിർവഹിക്കുന്ന ഗുഡി ട്രസ്റ്റിനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ സംരംഭവുമായി സഹകരിക്കുന്നതിന് വിളിച്ചിട്ടുള്ള ബഹുമാന്യരായ അതിന്റെ സംഘാടകർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മേവരെയും ശരിയായ ഫലപ്രദമായ വിജ്ഞാനം കരസ്ഥമാക്കുന്നവരിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.